സാർ, ഈ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും ഈഴവ സമുദായ അംഗങ്ങളാണ്. അവരുടെ പിന്തുണയാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ തന്നെ അടിത്തറ. അതായത് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്, അവർക്ക് പിന്തുണ നൽകുന്ന അണികൾ, ഇതെല്ലാം തന്നെ ഈഴവ വിഭാഗക്കാരായിരുന്നു. ഇപ്പോൾ ഈഴവ വിഭാഗം CPMൽ നിന്ന് അകലുകയാണോ? കാരണം BJPക്ക് വോട്ട് ഷെയർ കൂടിയതൊക്കെ ഈഴവ മേഖലയിൽ കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിൻ്റെ ഒരു പ്രശ്നത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഈഴവർ ഇടതിനെ മടുത്തോ എന്ന ചോദ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, രാഷ്ട്രീയമായിട്ട് വളർന്ന് വികസിച്ച കേരളീയ സമൂഹത്തിൽ ഈഴവർക്ക് അർഹമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈഴവ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വിഭാഗത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ വലിയ ഒരു അധസ്ഥിതി വിഭാഗമായിരുന്നു ഈഴവർ. ഈഴവർക്ക് വഴി നടക്കാനായിട്ട് സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഈഴവരാദി സമൂഹത്തിന് അങ്ങനെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. അതിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടന്ന ഒരു പോരാട്ട ഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞത്. ആ പോരാട്ടങ്ങളിലെല്ലാം അവരെ സഹായിച്ചിരുന്നത്, അവർക്കൊപ്പം നിന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെയും അതേപോലെ തന്നെ 19ാം നൂറ്റാണ്ടിലെ അഗ്രഗേറിയൻ പൊളിറ്റിക്സിൻ്റെ അന്തസ്സത്തെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുകയും വികസിക്കുകയും ചെയ്തത് കേരളത്തിൽ. അതുകൊണ്ടാണ് ഈഴവർ എന്ന് പറയുന്ന ഈ സമൂഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയായിട്ട് വളർന്നത്. ഇപ്പോൾ പുന്നപ്രവേലാർ സമരത്തിലൊക്കെ തന്നെ വെടികൊണ്ട് മരിച്ചതിൽ ബഹുഭൂരിപക്ഷം പേര് ഈഴവരായിരുന്നു. അതല്ലെങ്കിൽ അതിന് താഴെയുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, പുലി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ദളിതർ, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ പോരാട്ടങ്ങളിൽ അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ ശരിക്കും അതിനെ കുരുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ കുരുതി കൊടുക്കപ്പെട്ട മനുഷ്യരുടെ ഒരു അടിത്തറയിൽ വളർന്നു വലുതായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ഇതുവരെയും യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഈഴവരായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പൊളിറ്റിക്കൽ അനലിസ്റ്റുകളെല്ലാം അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തു നിന്നും ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് SNDPയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പല ആളുകളും ഉയർത്തി കൊണ്ടുവരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഘോഷയാത്ര നടത്താനും തല്ലുകൊള്ളാനുമൊക്കെ ഞങ്ങൾ ഈഴവർ, അധികാര സ്ഥാനങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലും കയറിയിരിക്കാനായിട്ട് മറ്റ് ജാതിക്കാർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് എതിരെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. കാരണം ക്ഷേത്രങ്ങളിലൊക്കെ മിക്കവാറും തന്നെ ബ്രാഹ്മണരാണ് പൂജാരികളായിട്ട് നിൽക്കുന്നത്. അതിനെതിരെ SNDPയിൽ പലപ്പോഴും വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലൊക്കെ ശബ്ദങ്ങൾ ഉയർന്നു വരാറുണ്ട്. അതൊന്ന്. രണ്ട്, സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പരിശോധിച്ചാലും അവിടെയും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉയർന്ന ജാതിക്കാരാണ്. നായന്മാരോ ബ്രാഹ്മണരോ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അവിടെയും ഈഴവരെന്ന് പറയുന്നത് തഴയപ്പെടുന്നതായിട്ട് ഈഴവർക്ക് തോന്നുന്നു. ഈഴവരെന്ന് പറഞ്ഞാൽ ഈഴവരുടെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നവർ. അപ്പോൾ ആ സ്വത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് ശബ്ദം കൂടിയിരിക്കണം മുമ്പത്തേക്കാൾ. ഈഴവർക്ക് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആശയത്തിനനുസരിച്ച് നിങ്ങൾ വിദ്യ കൊണ്ട് സമ്പന്നരാവുക, സംഘടിച്ച് ശക്തരാവുക എന്ന് പറഞ്ഞു. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈഴവ സമൂഹം വളരുകയും വലുതാവുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഒരു വലിയ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്, അതേപോലെ തന്നെ അഡ്വക്കേറ്റുകളുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഈഴവർക്ക് പ്രാധാന്യമൊക്കെ ഉണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഒരു ഈഴവനാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈഴവ സമൂഹത്തിലെ ഒരു വിഭാഗം ഇപ്പോഴും കുടുംബശ്രീയെയും അതേപോലെ തൊഴിലുറപ്പ് പദ്ധതിയെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഉയർന്ന ജോലിയിലേക്ക് ഇവർക്ക് ഉയർന്ന ജോലികളോ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവരുടെ അടക്കമുള്ള യുവജനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിരാശേൻ്റെ ഒരു ഭാഗമായിട്ട് വളരുന്നുണ്ട്. അസംതൃപ്തിയുണ്ട്. ആ സംതൃപ്തിയുടെ ഭാഗമായിട്ട് കുറേ ആളുകളൊക്കെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരുണ്ട്. ഈ മൈഗ്രൻസ് വിഭാഗത്തിൽ ഈഴവരും ഒരു നല്ല വിഭാഗമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് പൊതുവായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന മാറ്റം. രാഷ്ട്രീയമായിട്ട് എന്തുകൊണ്ടാണ് അവർ CPMനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സമീപകാലത്ത് CPM എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് നേടുന്നതിന് വേണ്ടി മുസ്ലിം പ്രീണനം കൂടുതലായിട്ട് നടത്തുക, സമസ്ത അതേപോലെയുള്ളതായിട്ടുള്ള സംഘടനകളൊക്കെ ആയിട്ട് അടുക്കുക, മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. അതേസമയത്ത് ഈഴവ സംഘടനകളുമായിട്ട് അടുക്കുന്നവരെ പോലും അകറ്റാനായിട്ട് CPM നേതൃത്വം ശ്രമിക്കുന്ന കാഴ്ചയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന വൈരുദ്ധ്യം അല്ലെങ്കിൽ സംഘർഷമാണ് യഥാർത്ഥത്തിൽ
ഈഴവരെ CPM ഉപേക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇടത് ബാസ്റ്റൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഈഴവരുടെ വോട്ടുകൾ മറിഞ്ഞു പോവുക, അത് BJPക്ക് തന്നെ ചെയ്യുക എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാണ്. എന്താണ് ഈഴവർക്ക് ഇടതിനെ മടുത്തു എന്ന് പറഞ്ഞ ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. അതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ വടക്കൻ കേരളത്തിൽ നമ്മൾ ഇതവ ഈഴവ എന്നതിന് പകരം തീയ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നാദാപുരത്തുണ്ടായ പ്രശ്നങ്ങൾ, അവിടെ ഈ മാപ്പിള ഹിന്ദു കലാപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അത് മാപ്പിള തീയ വഴക്കായിരുന്നു. ഈ തീയരെ അന്ന് സംരക്ഷിച്ചത് അവിടുത്തെ ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ CPM ആണ്. അപ്പോൾ ആ വടക്കൻ മലബാറിൽ അല്ലെ വടക്കൻ കേരളത്തിലെല്ലാം തന്നെ ഈ തീയ വിഭാഗം തന്നെയാണ് CPMൻ്റെ നട്ടല്ലെന്ന് പറയുന്നത്. അപ്പം ഈ മേഖലയിലുള്ളവരും അതേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വന്തം ബൂത്തിൽ നിന്ന് പോലും BJPക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടി. അപ്പോൾ അവിടെയുള്ളവരും രണ്ടും ഒന്ന് തന്നെയാണ്, അങ്ങനെയുള്ള മാറി ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാവേണ്ടത്. അല്ല, അത് ഒരു പൊതു പ്രശ്നമായിട്ട് വികസിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നമുക്ക് കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ സാമ്പത്തിക രംഗങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും കേരളം തന്നെ നിയോ ലിബറൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ നിയോ ലിബറലിസം എന്ന് പറയുന്നത് പുതിയ തരത്തിലുള്ള വാല്യൂസ് കൊണ്ടുവരികയും അത് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് എക്കണോമിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റ് എക്കണോമി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കഴുത്തറപ്പം മത്സരത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കഴുത്തറപ്പം മത്സരത്തിന് സമൂഹത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ഇരകളായി തീരുന്നത് സമൂഹത്തിലെ ഈ താഴെ തട്ടിൽ കിടക്കുന്നതായിട്ടുള്ള മനുഷ്യരാണ്. അവരാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ തരത്തിൽ മടുപ്പുണ്ടാകും, അസംതൃപ്തി ഉണ്ടാകും. ആ അസംതൃപ്തി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരായിട്ട് തീരുന്നു, നിലവിലുള്ള ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് തീരുന്നു. അങ്ങനെയാണ് CPMനെതിരായിട്ട് ആ ഒരു വികാരം വളർന്നു വരുന്നത്. അപ്പോൾ ഈ CPMൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നിയോ ലിബറൽ എക്കണോമിയെ നേരിടുന്നതിന് വേണ്ടിയിട്ട് പഴയ കാലത്ത് 19ാം നൂറ്റാണ്ടിലെ ഒരു അഗ്രഗേറിയൻ എക്കണോമിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇപ്പോഴും കൂട്ടുപിടിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും അതിന് എതിരായിട്ടുള്ള പൊരുതലും ഒക്കെ. ആ പ്രശ്നങ്ങൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയില്ല. ഇന്നത്തെ യാഥാർത്ഥ്യത്തെ, ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധിക്കാൻ പറ്റുന്ന ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പാർട്ടി എന്ന് പറയുന്നത് ഒലിച്ചു പോകും. നമ്മൾ വളരെ എന്താണ് ലളിതവൽക്കരിച്ച് പറയുമ്പോൾ മാത്രമാണ് ഈഴവരിങ്ങനെ CPMനകത്ത് പോകുന്നത്. ഈഴവർ മാത്രമല്ല, പൊതുവേ സമൂഹത്തിൽ ഉള്ള ജനത CPMൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഒരു കാരണം CPM ഭരിക്കാനിരിക്കുകയും ആ ഭരണത്തെ നയിക്കുന്നതിൽ നിയോ ലിബറൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമി ശക്തമായിട്ട് ഇടപെടുകയും ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്ന് അവർക്ക് അറിയാതെ പോവുകയും ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ജനങ്ങൾ വല്ലാത്ത തരത്തിൽ നിസ്സഹരായി തീരുകയും അനാഥമാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർ പോകുന്നത്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മറ്റേത് നമുക്ക് പൊതുവെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഈ ഉയർന്നു വരുന്ന നമ്മുടെ എന്താണ് ഈ ചങ്ങാത്ത മുതലാളിത്തം, ഈ PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അത് നിരോധിക്കപ്പെട്ടു. അതിൻ്റെ നേതാക്കളെല്ലാം പിടിച്ച് ജയിലടച്ചു. പക്ഷേ അതിനൊരു അണികളുണ്ടായിരുന്നു, അവരൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകിച്ച് ഈ മുസ്ലിം പ്രീണനത്തിന് CPM ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിൽ പല കമ്മിറ്റികളിലേക്ക് ഈ PFI ഉൾപ്പെടെയുള്ള അതിൽ പ്രവർത്തിച്ചവർ ഉൾപ്പെടെ എത്തിപ്പെട്ടു എന്നുള്ള ആരോപണമുണ്ട്. ശരിയോ തെറ്റോ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് CPM ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷക്കാർക്ക്. ഇത് ഈഴവ സമുദായത്തിന് ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറമാണ്. പദവികളിലേക്ക് അവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നു. അപ്പോൾ സ്വാഭാവികമായും BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇടത് വലതു മുന്നണികൾക്ക് ബദലായി ഇവിടെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയ പിന്തുണ വേണം. അപ്പോൾ ഇത്രയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആലപ്പുഴ, അതുപോലെ തന്നെ പാലക്കാട് തുടങ്ങി ഇവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങൾ, ആറ്റിങ്ങൽ, ഇവിടങ്ങളിലൊക്കെ BJPയിലേക്ക് വന്നത് മുഴുവൻ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. അപ്പോൾ അവർ അസംതൃപ്തരാണ്. ഈ പറയുന്ന ന്യൂനപക്ഷ തീവ്രവാദ മേഖലയിലുള്ളവർക്ക് CPM കൂടുതൽ അബ്സോർവ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അത് CPMൻ്റെ ഒരു ഹാങ് ഓവർ പൊളിറ്റിക്സ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPM ഇങ്ങനെ വളർന്ന് കേരളത്തിൽ ശക്തി പ്രാപിച്ച് പലപ്പോഴും അധികാരത്തിലിരുന്ന സമയത്തൊക്കെ അതിൻ്റെ അടിത്തറയായിട്ട് നിന്നിരുന്നത് ഈഴവരും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദളിതരും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ലീഡർഷിപ്പിൽ പലപ്പോഴും നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്പൂരിൽപ്പെട്ട ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. EMS അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നു. എങ്കിലും ആ പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളും കർഷകരും അങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പണിയെടുത്തിരുന്നവരൊക്കെയാണ്. ആ കൺസേൺ മാറുകയാണ് ചെയ്തത്.
ആ കൺസേൺ മാറുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് വെച്ചാൽ എങ്ങനെ അധികാരം നിലനിർത്താം എന്നുള്ളതാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വോട്ട് ഒരു ഫിക്സഡ് വോട്ടായിട്ടുണ്ടാവും ആരുടെ ഈഴവരുടെയൊക്കെ. അതിൻ്റെ കൂടെ കുറേ മുസ്ലിം വോട്ടും കുറേ ക്രിസ്ത്യൻ വോട്ടുകളും കൂടി സംഭരിക്കാൻ കഴിഞ്ഞാൽ എപ്പോഴും തങ്ങൾക്ക് ഭരണം നിലനിർത്താൻ കഴിയും എന്ന അപൊളിറ്റിക്കലായ അരാഷ്ട്രീയമായിട്ടുള്ള ചിന്തയാണ് CPM എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിനെ നശിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമല്ലാതെ അത് അരാഷ്ട്രീയതയാണ്. അത് അധികാരത്തിന് വേണ്ടി മാത്രം നടത്തുന്നതായിട്ടുള്ള കച്ചവടമാണ്. ആ കച്ചവടത്തിലാണ് പല സ്ഥലങ്ങളിലും ഈ മുസ്ലിം എന്ന് പറയുന്നതായിട്ടുള്ള പേര് പൊങ്ങി വരികയും അവരുടെ നേതൃത്വ നിരയിലേക്ക് ഇവരെയൊക്കെ ഓരോരുത്തരും പിറക്കി വെക്കുകയും ചെയ്യും. അങ്ങനെ അവരെ പിറക്കി വിട്ട് അവർക്ക് പ്രാമുഖ്യം വന്നു, അവർ ശബ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഈ ഈഴവരായിട്ടുള്ള നേതാക്കൾ എന്ന് പറയുന്നത് താഴേക്ക് പോവുകയോ അപ്രസക്തരായി മാറിത്തീരുകയോ ചെയ്തു. നമ്മളിപ്പോൾ ഷംസ് അല്ലെങ്കിൽ റിയാസ് അങ്ങനെ കുറേ പേര്, ഒരുപാട് പേര്, ഇപ്പോൾ പുതിയ ഫൈസ, എത്രയോ പേരുകളാണ് അങ്ങനെ അങ്ങനെ വരികയാണ്, അവരെങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ടന്മാരായിട്ടുള്ള CPM നേതാക്കന്മാർക്ക് ഇത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഈറ്റിങ്ങളൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ കുറേ ആളുകൾ പൊക്കിക്കൊണ്ടുവരുമ്പോൾ കുറേ ആളുകൾ താഴത്തേക്ക് ഇടേണ്ടി വരും. ആ താഴത്തേക്ക് ഇടുന്നത് അവരാരെയാണെന്ന് ചോദിച്ചാൽ ഈഴവ ലീഡർഷിപ്പിൽപ്പെട്ട ആളുകളെയാണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് അസംതൃപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിറക്കി കൂട്ടി കൊണ്ടുവരുന്ന കുറേ മുസ്ലിം പ്രാതിനിധ്യം കൊണ്ട് ഒരിക്കലും അതിനെ നികത്താൻ പറ്റില്ല. അടി കിട്ടാൻ വേണം അവർക്ക്. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ മുഴുവനും കൂടി പോയി കഴിഞ്ഞാൽ അതിന് പകരം വെക്കാവുന്നതല്ല ഇത്. അവർക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം സംഘടനകളുണ്ട്, മുസ്ലിം ലീഗുണ്ട്, അവരുടെ പല പരിപാടിയാണ്. അവിടെ എപ്പോഴും കൂടുന്ന സമയത്ത് ഒരുമിച്ച് അവർ കൂടുകയും ചെയ്യും. അപ്പോൾ ഇല്ലാതാകുന്ന ശൂന്യമാകുന്ന ഒരു കൂടാരം എന്ന് പറയുന്നത് CPM-ൻ്റെ ആകും. അതാണ് സംഭവിക്കാൻ പോകുന്ന പ്രശ്നം. അതാണ് ബേസിക്കായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു, അതായത് CPM-ന് ചെയ്യാവുന്നൊരു കാര്യം CPM-ൻ്റെ രാഷ്ട്രീയം അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവചിക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഈഴവനെ പിടിക്കാനോ മുസ്ലിമിനെ പിടിക്കാനോ നായരെ പിടിക്കാനോ നടന്നതിൻ്റെ ഇടയിൽ ഈഴവനും ഉണ്ടാവില്ല, നായരും ഉണ്ടാവില്ല, മുസ്ലിമും ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. അവരെ പിടിക്കലല്ല ഇവരുടെ ജോലി. ഇവർക്കൊരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്. ആ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ പൊതുസമൂഹത്തിന് എല്ലാവർക്കും നീതിപൂർവമായിട്ടുള്ള സമത്വപൂർവമായിട്ടുള്ള ഒരു ഭരണവും അതേപോലെ തന്നെ സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുന്നതിന് ഫലമായിട്ട് ഭരിക്കാൻ കയറുന്ന സമയത്ത് അവർ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് വിവേചനപരമായി പ്രവർത്തിക്കുകയും ചില വിഭാഗങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് അവരെ പ്രതിദാനം ചെയ്യുന്ന വിഭാഗം അവരിൽ നിന്ന് വിട്ടുപോവുകയും അതേപോലെ തന്നെ അവർ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നവരും വിട്ടുപോകും. അപ്പോൾ ആരുമില്ലാത്ത സ്ഥിതി വരും. ഈ ഇടത് നയങ്ങളിൽ വെള്ളം ചേർക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ഈഴവ സമുദായത്തിലെ ചില നേതാക്കളുമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ CPM-ൻ്റെ യോഗങ്ങളിലോ മറ്റോ ആണെങ്കിൽ നിസ്കാര സമയമാകുമ്പോൾ അവർ വേദിയിലിരുന്ന് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ വണ്ടിയിലിരുന്ന് നമസ്കരിക്കുന്നു. ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഇതൊക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നു. പകരം ഒരു CPM നേതാവോ അല്ലെങ്കിൽ CPM-ൻ്റെ മുതിർന്ന ഭാരവാഹിയോ ഒരു അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ശബരിമലയിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അടുത്ത് കാരണം കാണിക്കൽ നോട്ടീസ് വരെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നിങ്ങളെ ചൂഷണം ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല, അവർ ന്യൂനപക്ഷത്തിന് മാത്രം അമിത പ്രാധാന്യം നൽകുന്നു, തിരിച്ചറിയണം എന്ന് പറയുന്നു. അപ്പോൾ അത് കണ്ടിട്ട് BJP-യിലേക്ക് വെള്ളാപ്പള്ളി ഇന്നലെ വരെ അവമതിച്ചവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ രീതിയിലേക്ക് ചിന്തകൾ മാറുന്നുണ്ട്. ശരിയാണോ? അല്ല, നമ്മൾ ഈ സമൂഹത്തിൽ ആര് പറയുന്ന അഭിപ്രായങ്ങൾക്കും പലവട്ടം പറയപ്പെടുന്ന സമയത്ത് അതിനൊരു സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗൗരവമായിട്ട് എടുക്കപ്പെടുന്ന അഭിപ്രായം പ്രകടമാക്കുന്ന ഒരാളല്ല. അദ്ദേഹം നവോത്ഥാന സമിതിയുടെയൊക്കെ പ്രസിഡൻറ്റും മറ്റുമൊക്കെയാണ്. നവോത്ഥാന ആശയങ്ങൾ ഒരു കാരണവശാലും പൊക്കിപ്പിടിച്ച് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച് അതിനുവേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ് എന്ന് കേരള സമൂഹം കരുതുന്നില്ല. അദ്ദേഹത്തിന് കുറേ താല്പര്യങ്ങളുണ്ട്, അത് ബിസിനസ് താല്പര്യങ്ങളാണ്. ആ ബിസിനസ് താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് എല്ലാവർക്കും അറിയാം. SNDP-യെ പോലും സമ്പൂർണ്ണമായിട്ടും ആ ബിസിനസ്സിന് വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും അങ്ങനെ തന്നെയാണ്. അവരുണ്ടാക്കിയ പാർട്ടി BDJS എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. അപ്പോൾ ആ BDJS-ൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? BJP-ക്ക് ആളുണ്ടാക്കി കൊടുക്കലാണ്. 7000-ഓളം വരുന്നതായിട്ടുള്ള SNDP യൂണിയൻ്റെ യൂണിറ്റുകളിൽ അവർ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ പ്രധാനപ്പെട്ട പ്രഭാഷണം എന്ന് പറയുന്നത് ഈ ജാതി പ്രഭാഷണമാണ്. ജാതി വിരുദ്ധതയ്ക്ക് വേണ്ടി, ജാതി നിഷ്കാസനത്തിന് വേണ്ടിയിട്ട്, അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരു രൂപം കൊടുത്ത ആ പ്രസ്ഥാനത്തിന് ഇന്നത്തെ ജോലി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ജാതി എന്ന് പറയുന്നതിനെ ഉറപ്പിക്കൽ എന്നുള്ളതാണ്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈഴവരാണ്. അവരുടെ ജാതിയെയും ജാതി മഹത്വത്തെയും ഉയർത്തുക. അങ്ങനെ ജാതി മഹത്വം ഉയർത്തി അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഐഡൻറ്റിറ്റിയെ പതുക്കെ BJP-ക്ക് വിൽക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ജോലിയാണ് വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിനവർക്ക് ഗുണമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അത് വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റി, എൻകാഷ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ വെള്ളാപ്പള്ളിയും അതേപോലെ തന്നെ പിണറായി വിജയൻ തമ്മിലുള്ള കച്ചവടത്തിൻ്റെ ഫലമായിട്ട് വെള്ളാപ്പള്ളിക്കെതിരായിട്ട് വന്ന കേസുകളൊക്കെ പിണറായി വിജയൻ എന്ത് ചെയ്തു, പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കച്ചവട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മതരാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയമൊക്കെ കൂടിക്കലർന്ന് വളരെ വികൃതമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതങ്ങനെ വളരാനും വലുതാവാനും കാരണക്കാരാരെന്ന് വെച്ചാൽ CPM ആണ്, CPMൻ്റെ നേതൃത്വമാണ്, പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ സമസ്തയായിട്ട് അദ്ദേഹം കച്ചവടം നടത്തും, വെള്ളാപ്പള്ളി നടേശനായിട്ട് കച്ചവടം നടത്തും, അതേപോലെ തന്നെ ക്രൈസ്തവരായിട്ട് കച്ചവടം നടത്തും. ആരുമായിട്ട് ഇയാൾ കച്ചവടം നടത്താൻ വിദഗ്ധനാണ്. പക്ഷേ ഈ കച്ചവടമല്ല രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിലെ ജനത വളരെ നന്നായിട്ട് അറിയാം. നമ്മൾ കേരളത്തിലെ ജനതയ്ക്കൊരു പൊളിറ്റിക്കൽ കോൺഷ്യൻസ് ഉണ്ട്, രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ ബോധമാണ് അവരെക്കൊണ്ട് ഇതൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യം തിരിച്ചറിയിപ്പിക്കുന്നത്. ജീർണിക്കുന്ന CPMൽ നിന്ന് ഈഴവരുടെ ഒഴുക്കുണ്ടാകുന്നത് ആ പാർട്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയല്ലേ? അല്ല, ജീർണിക്കുന്ന പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ എന്ത് ചെയ്യും, പോകും. ഇപ്പോൾ CPM ഇങ്ങനെ തിരിച്ചു വരും, ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ ലീഡർഷിപ്പ് മുഴുവനും വളരെ ചീത്തയായി കഴിഞ്ഞു. അങ്ങനെ ചീത്തയായ ആളെ എങ്ങനെ നന്നാക്കാനാണ്? ആർക്കും നന്നാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാറി ഇതിന് പകരം പുതിയ നേതൃത്വം വരിക എന്ന് പറയുന്നത് ഇപ്പോൾ ബംഗാളിൽ CPM എന്ത് ചെയ്തു, ജീർണിച്ചു, തകർന്നു, തരിപ്പണമായി. ആ മുൻനിര നേതാക്കൾ മുഴുവൻ എന്ത് ചെയ്തു, അടിച്ചു മാറ്റപ്പെട്ടു. പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. അവർ ശരിയാവും കുറേ കഴിയുമ്പോൾ, ഇപ്പോഴല്ല, അതിന് സമയം പിടിക്കും. കാരണം എന്ന് വെച്ചാൽ ആ തലമുറ വളരെ ധീരോജ്വലമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മാനവീയമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നവരായി മാറുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ തിരിച്ചു വരാം. കേരളത്തിൽ എങ്ങനെ തിരിച്ചു വരാൻ? കേരളത്തിൽ ഇവർ ഭരണ പാർട്ടിയായിട്ട് മാറി, ഭരണത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള വൈകൃതങ്ങളും അവരുടെ ഭാഗമാണ്. ആ ലീഡർഷിപ്പിന് എല്ലാത്തിനും അതുണ്ട്. അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഇത് തുടച്ചു മാറ്റപ്പെടാതിരിക്കാനായിട്ട് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, കുറേ കാര്യങ്ങളിൽ തിരുത്തലുകൾ നടത്തുക. അങ്ങനെ തിരുത്തൽ നടത്തിയാൽ ഇത് ഒലിച്ചു പോവില്ല, അല്ലെങ്കിൽ ഇത് ഒലിച്ചു തന്നെ പോകും. പൂർണ്ണമായിട്ടും ഇടതുമുന്നണിയെ മടുത്തു തുടങ്ങിയ ഈഴവർ ഇനി ഒരു നിലനിൽപ്പിന് വേണ്ടി ഇവിടെ നിൽക്കുമോ, അതോ BJPയിലേക്ക് കൂടുതൽ കൂട്ടമായി ചേരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന്. അല്ല, അവരങ്ങനെ BJPയിലേക്ക് ചേരുമെന്നോ കോൺഗ്രസ്സിലേക്ക് ചേരുമെന്നോ ഒക്കെ പറയാം. കാരണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഈഴവർക്ക് പ്രാമുഖ്യമില്ല, CPMലും ഈഴവർക്ക് പ്രാമുഖ്യമില്ല, ലീഡർഷിപ്പില്ല. ഇപ്പോൾ നമ്മൾ അടുത്ത കോൺഗ്രസിൻ്റെ ഭരണം വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏത് നായരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം മാത്രമാണ്. അങ്ങനെയായി മാറി. ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭയിൽ നിറച്ച നായന്മാരാണ്. അപ്പോൾ ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാഭാവികമായിട്ട് ഇരിക്കുന്നത് അവരായിരിക്കും, അല്ലെങ്കിൽ അവരായി വരികയുള്ളൂ എന്ന തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ആൾട്ടർനേറ്റീവ് അന്വേഷിക്കും. ആ ആൾട്ടർനേറ്റീവ് അന്വേഷിച്ച് BJP പോയാൽ അവിടുത്തെ സ്ഥിതി തന്നെയായിരിക്കും. അതിൻ്റെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഒക്കെ തന്നെ എപ്പോഴും ഈ സവർണ ജാതിക്കാരുടെ കയ്യിലാണ് സാധാരണ ഇരിക്കുന്നത്. നമ്മൾ കേന്ദ്രത്തിലേക്ക് പോയാലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും, കേരളത്തിലായാലും അങ്ങനെ കാണാനായിട്ട് പറ്റും. അതെനിക്ക് തോന്നുന്നത് എന്താണ്, നമ്മളുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഒരു അധികാര കേന്ദ്രത്തിൻ്റെ അവസ്ഥകളുടെ പ്രശ്നം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയാണ് പോകുന്നത്. എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലൊക്കെ അവരായിരിക്കും മുകളിൽ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ മേഖലയിൽ. ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനിയും കുറേ കാലം കൂടിയൊക്കെ തുടരാനുള്ള സാധ്യതയുണ്ട്. അത് മാറണമെങ്കിൽ സാർവത്രികമായിട്ട് വിദ്യാഭ്യാസ മേഖലകളിലെ ഈ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൂടുതൽ ലഭിക്കുകയും അവരതിലൂടെ ഉയർന്നു വരികയും അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ എന്ന് പറയുന്ന തലത്തിൽ ഒരു സമാനതയും അതേപോലെ തന്നെ സമത്വമൊക്കെ വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ഇവർക്കൊക്കെ അത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ എപ്പോഴും അധികാരത്തിൽ നിന്ന് പുറത്തു തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.